നോക്കട്ടെ ബോർഡ് നോക്കട്ടെ. ആ മുമ്പോട്ട് കാണിച്ചു വിടാക്ക്. ആ റമീസിനെ കണ്ടോ, റമീസിനെ കണ്ടോ. പണിയുണ്ട്, നിനക്കൊരു പണിയുണ്ട്. ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോകുന്ന സമയം നിങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ട്, ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രാത്രിയാണ്, 11 മണി രാവിലെ അല്ല. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ 5 അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആ ആൾ, അതായത് റമീസ്, ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ റമീസ് നോർത്ത് ഇന്ത്യ, അതേപോലെ തന്നെ കാശ്മീർ, ഹിമാചൽ, ഡൽഹി ട്രിപ്പൊക്കെ കഴിഞ്ഞ ആൾ 2 ദിവസം മുന്നേ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ആൾ ഇന്ന് വരികയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 12:30 മണിക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ ട്രെയിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ രസം അതൊന്നുമല്ല, കൂട്ടാൻ പോകുന്നത് വെറുതെ നമ്മളിങ്ങനെ കാറിൽ 4 ആൾ പോയിട്ട് വെറുതെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്ന ട്രിപ്പല്ല. നമ്മളിന്ന് അവനെ സ്വീകരിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ഒരാളെ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ചില ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. സംഭവം നമ്മൾ വേറെ ഒന്നല്ല, നമ്മൾ പോകുമ്പോൾ ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എയർപോർട്ടിലൊക്കെ മുന്നേ ആളെ വിളിക്കാൻ പോകുമ്പോൾ പേരെഴുതി വെച്ചിട്ട് നമ്മൾ പോകില്ലേ, റമീസ് എന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ അവനെ സർപ്രൈസ് ആയിട്ട് കൊണ്ട് വരാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാണ്ട് പൂവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബോർഡിൽ പേരൊക്കെ എഴുതണം. അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാം. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. സമയമില്ല, സമയം 11:30 മണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൽ നേരെ പോയിട്ട് അവിടെ പോയി നോക്കിയാൽ, കാരണം ആളെ എത്തിക്കണതിന് മുന്നേ നമുക്ക് അവിടെ എത്തണമെന്നുണ്ട്. അപ്പോൾ ഇറങ്ങല്ലേ, പരിപാടിയും കൂടെ നോക്കിയിട്ട് സാധനങ്ങൾ അതൊക്കെ റെഡിയാക്കി നമുക്ക് വേഗം ഇറങ്ങാം. അപ്പം വരി, ആദ്യം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പരിപാടി. പരിപാടി വേറൊന്നുമല്ല, നമ്മൾ റമീസിനൊന്ന് ഞെട്ടിക്കാൻ പോവാണ്. അല്ലേ ചക്കരെ? ഞെട്ടോ ഇല്ലേന്നെങ്കിൽ ഒരു ഉറപ്പുമില്ല. ഇത്രേ ഉള്ളൂ, ഓക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ നമ്മളേതായാലും വീട്ടിൽ നമ്മുടെ ഇവിടെ ഇരുന്ന് തന്നെ 4 സെറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ജോഡിയാക്കിയിട്ട് ചക്കരയോടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും 2 ടൈപ്പ് ഫ്ലവർ, ഇതും ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ബൊക്ക പോലെ സെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളിത് 2 ആളായിട്ട് കൊടുക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബോർഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ പേരെഴുതും, റമീസിൻ്റെ പേരെഴുതും. എന്നിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ പഴയ ആൾക്കാരുണ്ടല്ലോ, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേപോലെ ബോർഡിൽ പേരെഴുതി വെച്ചിട്ടേക്കും. കാരണം വിളിക്കാൻ പോകുന്ന ആൾക്കറിയില്ലല്ലോ ഏതാണിത് ജാഫർ, അല്ലെങ്കിൽ ഏതാണ് സിദ്ദീഖ്, ഏതാണ് അയ്യൂബ് എന്ന് അവർക്കറിയില്ല. അവരിങ്ങനെ പേരെഴുതിയിട്ട് ഇങ്ങനെ കാത്തു വെക്കും. അപ്പോൾ അവർ വരുന്ന ആൾ ഈ പേര് നോക്കിയിട്ടാവും ആ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എന്തായി, മതി, അത് മതി, അതിൻ്റെ ആവശ്യം. മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടിയാണെങ്കിൽ എടുത്തൊക്കെ അറിയില്ല, മതി, അത്ര മതിയടി. ഗൈസ്, ടൈം ഇവിടെ 11:15 അപ്പോൾ ഏകദേശം 12:30 മണിയാകുമ്പോൾ വർക്കല എത്തും, വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇത് കൊടുക്കുക, ഈ ഒരു സാധനമൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെയൊക്കെ നടക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കാം. നമുക്ക് നോക്കാം. അടുത്തത് ഒട്ടിച്ചോ? അപ്പോൾ അത് റെഡി ആയില്ലേ, നോക്കട്ടെ. അപ്പോൾ ചക്കരേണ്ടത് ഒരു ബൊക്ക റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി, സബാഷ്. എന്തിനാണ് വല്ല റമീസിന്റെ അപ്പുറത്തെ ബട്ടർഫ്ലൈ ബ്രാക്കറ്റിൽ വരുന്നത്? വലുതാക്കി ബട്ടർഫ്ലൈ ബ്രാക്കറ്റില് ബട്ടർഫ്ലൈ ഞാൻ വെറുതെ ഇതാക്കാൻ പറ്റില്ല. നമ്മള് ഇനിയിപ്പോ ചക്കരന്റെ ആഗ്രഹം വേണ്ടെന്ന് വെക്കുന്നില്ല. പോരെ, സെറ്റ് ആയില്ലേ? അതിനെ മോടി പിടിപ്പിക്കണേ കാക്കു, വല്ലാണ്ട് മോടി പിടിപ്പിക്കണ്ട, നടന്നു കുറച്ച് ദമ്മായിക്കോട്ടെ. സെറ്റ് അല്ലേ? സാധനം റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിന്റെ ബാക്കി ചുറ്റു സാധനങ്ങള് ഞങ്ങൾ കാറിന്റെ ഉള്ളിൽ വെച്ചിട്ട് റെഡിയാക്കും. അപ്പൊ അതായില്ലേ കൊല കഴിഞ്ഞാ എപ്പോ എത്തും വർക്കല എപ്പോ എത്തും? തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നോക്കിയപ്പോ 12 ആവുമെന്ന് കാണിച്ചു. പിന്നെ ഞാനും ചക്കര വരുന്നുണ്ട് അങ്ങോട്ട്. ഞങ്ങളിതാ ഇവിടെ പുതിയാവ് കഴിഞ്ഞു നഗരൂർ എത്താറായി. നഗരൂർ ചെമ്മരത്തൊക്കെ എത്താറായി. നീ 12 മണിക്കകത്തല്ലേ എത്തോളൂ? ഓ ശരി 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 ഓക്കെടാ. നീയേ നിന്റെ പിന്നീട് ഇതേതാണ് ബോഗി നമ്പർ? കോച്ച് നമ്പർ ഏതാണ്? M1 ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലല്ല ചോദിച്ചത് ഏത് കോച്ചിൽ നിർത്തുമെന്നറിയാൻ. തന്നെ ഏറ്റവും പിറകിലാണോ? ഓക്കെ 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 ശരി ശരി ശരിടാ. അങ്ങനെ ഗൈസ് നമ്മൾ റമീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചക്കരയും മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. ഇപ്പോൾ വാപ്പായും ഉമ്മയും ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ ഇവിടെ കാണുമ്പോൾ ഒരു സർപ്രൈസ് വന്നോട്ടെ അല്ലേ? അപ്പോൾ വാപ്പാമ്മയൊക്കെ കൂടെ ഉണ്ട്. അവരോടെ കാണുമ്പോൾ ആ ഒരു ഇത് കിട്ടിക്കോട്ടെ. അപ്പോൾ കാരണം കൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി ബോഗി നമ്പർ ചോദിച്ചു, എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചു. അത് മാത്രം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം ഇനി ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സമയം കൂടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് അത്ര കൂടെ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. അപ്പോൾ അവ എത്രയാണ് മുമ്പേ നമുക്ക് ഇവിടെ എത്തണം. അതാണ് നമ്മുടെ വിചാരം. അതെ. അവിടെ നടന്നെത്തുമ്പോ ട്രെയിൻ ഇറങ്ങി അവ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എത്തുന്ന പരിപാടി നോക്കാൻ. ഈ സാധനം കൊടുത്തിട്ട് ഒന്നുമില്ല, വെറുതെ ഒരു പരിപാടിക്കാണ് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും കഴിഞ്ഞിട്ട്. അതെ, ട്രെയിൻ ഇറങ്ങുമ്പോ ഞങ്ങള് ഇങ്ങോട്ട് നിക്കുമ്പോ ആ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ടാണ്. എന്താ റിയാക്ഷൻ? അങ്ങനെ നമ്മള് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ സാധനം നോക്കട്ടെ. അത് കുഴപ്പമില്ല. ഒന്ന് ഉമ്മയുടെ കയ്യിലും ഒന്ന് ചക്കരയുടെ കയ്യിലും. ഒന്ന് ഉമ്മാക്കും ഒന്ന് വാപ്പാക്കും, പിന്നെ ബോർഡ് ചക്കരയ്ക്ക്. അപ്പോൾ ഏതായാലും ആൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിനുള്ളിൽ കൂടി ഉള്ളിലോട്ട് കയറി വെക്കാം. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഉള്ളിൽ കയറി വെക്കാം. എനിക്കൊന്നും മിക്കവാറും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുകയാണ്. ബേക്കി കൂടെ വന്നിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങോട്ടാണ് എന്ന് ചോദിക്കോ? ഈ കൂട്ടത്തിൽ ഇനി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അകത്തുണ്ടാവും. റമീസിനെ കണ്ടോ? ഇവിടെ ആരെങ്കിലും റമീസിനെ കണ്ടവരുണ്ടോ? ബോർഡ് വെച്ചോ കരെ ബോർഡ് വെച്ചോ നോക്കട്ടെ. ബോർഡ് നോക്കട്ടെ. മുമ്പോട്ട് കാണിച്ചു കിടക്ക്. റമീസിനെ കണ്ടോ? ഒരു പ്ലാറ്റ്ഫോം ഫോൺ വിളിക്കണ്ട. പ്ലാറ്റ്ഫോം മൊത്തം അന്വേഷിച്ച് വെക്കാം. ഇവിടുത്തെ ഈ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോം മുഴുവൻ അന്വേഷിച്ച് വെക്കാം. റമീസിനെ കണ്ടോ? എവിടെ ഉള്ളിൽ കാണും. അതാരാ അവിടെ കിടക്കുന്ന? അതല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. അതല്ല. അങ്ങനെ ഗെയ്സ് ഇതിനിടയ്ക്ക് വേറെ ട്വിസ്റ്റ് ഉണ്ടായി. അതായത് നമ്മളെത്തും മുന്നേ പിന്നെ അവനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്ത്, പിന്നെ ആൾ ഇവിടെ എങ്കിലും കടയില്ലാത്ത കാരണം കൊണ്ട് അവനിത് അവിടെ, അതായത് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി ടൗണിലായിട്ട് ചായ കുടിക്കാൻ എന്തിനു വേണ്ടി പോയതാണ്. അപ്പോൾ അവൻ ഇവിടെ നിന്ന് നടന്ന് ആ അറ്റം വരെ പോയി. വേറൊന്നുമല്ല, ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയിട്ടാണ് കാണാഞ്ഞിട്ടാണ് നമ്മൾ അവനെ വിളിച്ചപ്പോൾ അവൻ ടൗണിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് പോയി വെക്കാം. നമ്മളായിട്ട് കറക്റ്റ് തന്നെയല്ലേ അവൻ. അപ്പോൾ കയറിക്കോ, അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ആളിതാ നിൽക്കുന്നുണ്ട്. ചാടി ഇറങ്ങിക്കോ. കേറാൻ അവിടെ നിനക്കൊരു പണിയുണ്ട്. നിനക്കൊരു പണിയുണ്ട്.
എവിടെ നമ്മളീ സാധനം കൊണ്ടില്ലേ അടുത്ത ട്രെയിനിൽ കയറിട്ട് ഇറങ്ങിട്ട് നമ്മളീ സാധനം കൊണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ പിന്നെ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ അല്ലല്ല നമ്മളെ സബ്സ്ക്രൈബറിനെ പറ്റിച്ചിട്ടുള്ള സർപ്രൈസ് നമുക്ക് വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇവനെ വിളിച്ചു പറഞ്ഞാൽ ഇവ ഇവിടെ നിന്നേനെ. പക്ഷേ അത് നമ്മളെ സബ്സ്ക്രൈബറിനെ പറ്റിക്കുന്ന രീതിയാവും. മാത്രമല്ല ഇവന്റെ ആ ഒരു ലൈവ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നട്ടപ്പാതിരാത്രി ഇതേ വർക്കല ജംഗ്ഷനില് സർപ്രൈസ് ആയിരിക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ അപ്പൊ ഏതായാലും പോവല്ലേ? കഴിച്ചാ ഫുഡ് കഴിച്ചാ? ഓക്കെ. ആ ഫുഡ് സംഭവങ്ങളെല്ലാം വീട്ടിലുണ്ട്. അപ്പൊ ഇടിക്കൊന്ന് ഉറക്ക്. അടിക്കൊന്ന് പറഞ്ഞേക്ക്. അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റമീസ് എവിടെ, അല്ലെങ്കിൽ അനുജൻ എവിടെ, എന്തായി ഒന്നും അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഏതായാലും ആള് ഇതേ ഇവിടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സേഫായിട്ട് നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു നോക്കാം. എന്താണ് പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ഇൻഷാല്ലാ ഏതായാലും ചോദിക്കാം. എന്താ ചോദിച്ചാ സാധനങ്ങളൊക്കെ ചോദിച്ചാ? ഓക്കെ. നമുക്കുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ അതിലുണ്ടോ? അവിടെ നിന്ന് കൊണ്ടുവന്നാ? അപ്പോൾ ഓക്കെ. അപ്പോൾ കയറിക്കോ. പോവല്ലേ? അപ്പോൾ ഗൈസ് ഏതായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. നമ്മള് പ്ലിങ് ആയി കുഴപ്പമില്ല. എന്നാലും നമ്മള് സാധനം കൊടുത്തിട്ടുണ്ട്. സർപ്രൈസ് ആക്കി. അപ്പൊ പോവല്ലേ? ഓക്കെ. തൊട്ട് പിന്നാലെ ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ അതിന് കയറ്റി നിർത്താൻ നമ്മള് ശരിക്കില്ലേ നമ്മള് നേരെ അവിടെ പോയി പ്ലാറ്റ്ഫോമില് ഇറങ്ങിയിട്ട് എല്ലാ, അതായത് ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ നമ്മളെ അവിടെ ഇങ്ങോട്ട് ചോദിച്ചു. ഒരു ബായിനോട് ചോദിച്ചു, ബായി റമീസിനെ കണ്ടു, റമീസിനെ തേക്കാന്ന് ചോദിച്ചു. അപ്പൊ കോൺസ റമീസേ ബായി എന്ന്, രമേശ് കോൺസ രമേശേ ബായി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബായി രമേശ് നയ്യേ റമീസേ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നോട് കാണാനാണ് നിന്നെ വിളിച്ചത്. അപ്പൊ വിളിച്ചപ്പോ പറയുന്നത് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, ആളെ കണ്ട് കിട്ടിയിട്ടുണ്ട്. ആളെ കണ്ട് കിട്ടി. അപ്പൊ ഏതായാലും പോയ വിശേഷം വന്ന വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് കേൾക്കാം അല്ലേ? കാണാം. എല്ലാം വ്ളോഗ് ഇടണമെന്നുണ്ട്. വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ട്രാവലിംഗ് നടക്കൂല. മൊബൈലിൽ ചാർജ് ഒന്നാമത്തെ കേസ് ഫുൾ ടൈം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യിക്കൂല. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് മൊബൈൽ എപ്പോഴും വേണം. മൊബൈലും ഇന്റർനെറ്റും ഇല്ലാതെ എനിക്ക് ഒരു പരിപാടി വ്ളോഗ് ഇടാത്ത കാര്യം വേറെ ഒന്നുമില്ല, പറഞ്ഞു കേട്ടില്ല. അതായത് ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഏത് വഴിയിൽ എങ്ങോട്ടൊക്കെയാണ് പോകണമെന്നില്ല. അപ്പൊ മാപ്പ് ഇടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമുണ്ട്. ഏകദേശം ഗീർഗംഗ ട്രക്കിങ്ങിന് വേണം ഒരു വ്ളോഗ് എടുത്ത്. അതിനുശേഷം പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് പോയ വഴിക്ക് ഫോൺ ഓഫായി. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനൊരു വഴിയില്ല, ഫുള്ള് കാട്ടിലാണ്. അപ്പൊ ഏതായാലും ഇനി അങ്ങോട്ട് വ്ളോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാലോ അല്ലേ? വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇടാം, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം വേറൊന്നുമല്ല, അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കൂല. ട്രാവൽ ചെയ്യുമ്പോൾ മാപ്പ് കാര്യങ്ങൾ നോക്കണം, ഒരുപാട് ആൾക്കാർ വിളിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ വ്ളോഗൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ കഴിയാത്തതും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതും വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് അപ്പൊ നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി മക്കളെ. അങ്ങനെ നമ്മൾ പിന്നെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ പൂവും ബൊക്കയും ഹാരം ചെണ്ട് നോട്ടുമാല എല്ലാം ആയിട്ട് നമ്മളിത് വീടെത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസത്തിന് ശേഷമാണ് വീടെത്തുന്ന റമി? 25-26 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കേറിക്കൊള്ളി യാത്രയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് അല്ലേ? അതെ, വളരെ നാളുകൾക്ക് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഫ്ലൈറ്റിലാണല്ലേ വന്നത്? നോക്കട്ടെ സാധനം ഏതായിരുന്നു? ഫ്ലൈറ്റ് ഏതായിരുന്നു? ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു. കണ്ടില്ലേ? NR റമീസോ? NR റമീസ് June 7 ഡേറ്റ്. കൊച്ചി ഇറങ്ങി അല്ലേ? കൊച്ചി ഇറങ്ങി. ഓക്കെ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും ലോങ് ജേർണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ആള് റോമിങ് ആയിരിക്കില്ല, ഇനി മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ വ്ളോഗ്സിലൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മളിതേ വീടെത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോകണല്ലേ? ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോകണം. നമ്മൾ ഈ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നും ഒരു വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും വിരുന്നിന് പോയിട്ട് ഇന്നും ചക്കരയ്ക്ക് ഒരു സമ്മാനം കിട്ടി. അപ്പം നമ്മൾ ആ വിരുന്നിന് പോയ വീട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അതെ, പട രണ്ടാമത്തെ മൂത്താമല്ലേ, പട രണ്ടാമത്തെ ചേട്ടന്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ്, അപ്പോൾ ഇൻഷാല്ല വിരുന്നിന് പോയിട്ട് കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ല ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എന്തായാലും കാണിക്കാം. 3 സ്ഥലത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടിയല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഏതായാലും ഒരു വീഡിയോയിൽ കാണിക്കാം. ഏതൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഏതായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഫുഡ് കഴിച്ച് കിടക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ രാവിലെ വിരുന്നിനൊക്കെ പോലെ കഴിഞ്ഞിറങ്ങി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പോയി വന്നത്. സമയം ഇപ്പോൾ 1:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് ഏതായാലും കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.